നമസ്കാരം. മൈസെൽഫ് ഡോക്ടർ തഫ്സീല, പേസസ് വെൽനസ് ഇന്ത്യ LLPയുടെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. അതായത് പ്രമേഹം. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെയും ചെറുപ്രായത്തിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മുടെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതിന്റെ ഉപയോഗം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യായാമമില്ലായ്മ, ഒരു പണികളും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ, അങ്ങനെ എനർജി വർക്കൗട്ട് അങ്ങനെ ഒന്നുമില്ലാതെ രക്തത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടിഞ്ഞുകൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും രക്തത്തിൽ എന്താവും, നമ്മുടെ ഗ്ലൂക്കോസ് ഉയർന്നു വരികയും അത് പ്രമേഹത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. പ്രമേഹം നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് മറ്റു മാരകമായ രോഗങ്ങളിലേക്കും എത്തും. പ്രമേഹത്തിന്റെ സൈഡ് എഫക്റ്റുകളായ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നം, ഡയബറ്റിക് നെഫ്രോപ്പതി, കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നം, ഡയബറ്റിക് ന്യൂറോപ്പതി, നമ്മുടെ നാഡിനരമ്പുകളെ ബാധിക്കുന്ന പ്രശ്നം, ഇങ്ങനെ ഒരുപാട് സങ്കീർണമായ പ്രശ്നത്തിലേക്ക് ഇത് നയിക്കും. ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റുകൾ എത്തിച്ചേ പറ്റൂ. അതിനുള്ള ഒരു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വ്യായാമമാണ്. മുടങ്ങാതെ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം കൊടുക്കുക. പ്രമേഹം വരുന്നതിന് മുമ്പ് തന്നെ അത് തടയാനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുക. അതിനുള്ള ഉത്തമം പരിഹാരമാണ് ഈ വ്യായാമം എന്നുള്ളത്. അതുകൂടാതെ പ്രമേഹ രോഗികൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തവരുണ്ടെങ്കിൽ അതിനുള്ള എന്തുകൊണ്ടാണ് എനിക്ക് പ്രമേഹം വന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക, അതിനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ സൈനൂട്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് കെയർ സപ്ലിമെന്റ് ഉണ്ട്. അതാണ് നമ്മുടെ സൈനൂട്ര സ്റ്റിമുലേറ്റ് ഡി കാപ്സ്യൂൾ. ഇതിൽ ആയുർവേദ ചേരുവകളാണുള്ളത്. ഇത് നമ്മുടെ പ്രമേഹത്തെ നാച്ചുറൽ ആയിട്ട് കുറക്കാനാണ് സഹായിക്കുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അശ്വഗന്ധ, നായ്ക്കൊന്ന പരിപ്പിന്റെ സത്ത്, സഫേദ് മുസ്ലി, പാവക്കയുടെ സത്ത്, ചാമ്പങ്ങയുടെ സത്ത്, ശതാവരി കിഴങ്ങിന്റെ സത്ത്, ഇങ്ങനെ ആയുർവേദ ചേരുവകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് സ്റ്റിമുലേറ്റ് ഡി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സന്തുലിതാവസ്ഥയിലേക്ക് ബാലൻസ് ചെയ്ത് നിർത്താനും നമ്മുടെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്ന പാൻക്രിയാസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം കൂട്ടാനും പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. പേസസ് എന്നും നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ റേറ്റിലാണ് സപ്ലിമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിമുലേറ്റ് ഡി കാപ്സ്യൂൾ, ഇത് കാപ്സ്യൂൾ രൂപത്തിലാണ്, 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ്. ഇതിൽ 60 ക്യാപ്സ്യൂൾ ഉണ്ടാവും. ഡെയിലി 1 രാവിലെ 1 രാത്രി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇത് കഴിക്കുക. ഇനി പ്രമേഹം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ഷുഗർ ലെവൽ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അല്ലാതെ പ്രമേഹം ഇല്ലാത്തവർ ഇത് കഴിച്ചാൽ ഷുഗർ ഡൗൺ ആവുക എന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഷുഗർ രോഗികൾക്ക് മെയിൻ ആയിട്ട് അവരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ. അതൊക്കെ പരിഹരിക്കാനും നമുക്ക് ആ ഒരു ഷുഗർ രോഗം, ആ രോഗികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ എപ്പോഴും ക്ഷീണായിരിക്കും, ടയേർഡ് ആയിരിക്കും. അങ്ങനെ അവർക്കൊരു എനർജി ഫീൽ ചെയ്യാൻ, എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് സഹായിക്കും. ഷുഗറിന്റെ ഭാഗമായിട്ട് പലരും കംപ്ലൈന്റ് ചെയ്യുന്ന കാര്യമാണ് കൈകൾ, കാലുകൾ, ഇതൊക്കെ മരവിപ്പ്. അത് നമ്മുടെ ഷുഗർ നമ്മുടെ ന്യൂറോപ്പതി എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി എന്നതിന്റെ ലക്ഷണമാണ് അത്. ആ ഒരു മരവിപ്പ് അതൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും മറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ട് എല്ലാം ഇംപ്രൂവ് ചെയ്ത് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ സപ്ലിമെന്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹൈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടിന്യൂ ചെയ്യണം. ഇതൊരു സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് ആയിട്ട് കണ്ടുകൊണ്ട്, ഒരു ഭക്ഷണം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കഴിക്കുക. മറ്റു മരുന്നുകൾ കൂടി കഴിക്കുമ്പോൾ ആ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുകയും പ്രമേഹം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാനും അതിന്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും.